ആദ്യം തന്നെ അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, അത് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും എനിക്ക് അതിനകത്തുനിന്ന് അനുഗ്രഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ പേര് ഉത്തര എന്നാണ്. ഞാൻ വരുന്നത് കായംകുളത്തു നിന്നാണ്. പിന്നെ ഇതെൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സോറി, ആക്ച്വലി കുറച്ച് കഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് 2023 ഉടമ്പടി എടുത്തത് ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊരു കൊച്ച് അവിടെ വന്ന് പത്രം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അതത്രയ്ക്ക് കാര്യമാക്കിയില്ല. ബിക്കോസ് അത്രയ്ക്ക് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി ഇതൊക്കെ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടില്ലായിരുന്നു. അപ്പം ആ കുട്ടി എനിക്ക് പത്രം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മിസ്സേ ഒരു ദിവസം മിസ്സിന് ഇതിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കൃപാസനത്തിൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ആലപ്പുഴയിലാണ്, നമുക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ബിക്കോസ് അത് ഭയങ്കര പേരുകേട്ട പള്ളിയും നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ അവിടെ വെച്ചാലും നമുക്കത് സാധിച്ചു കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഓക്കെ, എന്ത് ആഗ്രഹം വെച്ചാലും സാധിച്ചു കിട്ടുമെന്ന് അത് മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചായിരുന്നു ഞാൻ ഈ പള്ളി ആദ്യമായിട്ട് വന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും നിയോഗം എഴുതി കൊടുത്തതും. പക്ഷെ ഞാൻ 3 മാസം ആയിട്ട് പോലും ഉടമ്പടിയിലായിരുന്നു. 3 മാസമായിട്ട് പോലും എൻ്റെ ഒരു കാര്യങ്ങളും സാധിക്കുന്നില്ലായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഷോക്ക് എൻ്റെ ലൈഫിൽ വന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു സ്ലൈറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലായിരുന്നു. അപ്പം എനിക്കത് വളരെ ഹേർട്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് ബാക്ക് ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അവർ ഇറക്കി വിട്ട സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് എപ്പോഴും ഒരു 2 മണി അല്ലെങ്കിൽ കറക്റ്റ് 3 മണി ആകുന്ന സമയത്ത് എനിക്കറിയായിരുന്നു ദൈവത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് എണീറ്റ് ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഒരു തെറ്റും ഇല്ലാത്ത എന്നെ അവിടുന്ന് ഇറക്കി വിട്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ എനിക്ക് അവിടെ തന്നെ അവരെ കൊണ്ട് തന്നെ തിരിച്ച് എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീ വിളിപ്പിക്കണം. അവർ എന്നോട് സോറി ഒന്നും പറയണ്ട, നീ എന്നെ ജസ്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരിച്ച് വിളിപ്പിച്ചാൽ മതി, എനിക്ക് അവിടെ ജോലി ചെയ്യണം. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി വരണം. അവരായിട്ട് എന്നെ ഒരിക്കലും ഇറക്കി വിടരുത്. ബിക്കോസ് അത് ഒത്തിരി വലിയൊരു ഇൻസൾട്ടാണ്. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു ഡിമാർക്ക് ബ്ലാക്ക് പോയിന്റ് പോലെ ആവും നമ്മുടെ പ്രൊഫഷനിൽ അത്. അപ്പം ഞാനിങ്ങനെ അറ്റ്ലീസ്റ്റ് 2 മാസങ്ങൾ കടന്നുപോയി. ഞാൻ ഇങ്ങനെ പ്രേ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉടമ്പടിയൊക്കെ ഫേക്കാണ്. ഞാൻ ഫൈനലി ഒരു ദിവസം രാവിലെ എണീറ്റ് ഭയങ്കര ഫ്രസ്ട്രേഷനിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിനോട് പറഞ്ഞു, യേശുവിനോട് ഞാൻ പറഞ്ഞത് ദാറ്റ് ഇനി ഞാൻ നിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ ലോകം മൊത്തമുള്ള ആൾക്കാരുടെ എല്ലാ ദൈവങ്ങളും നീ സഹായിച്ചു കൊടുക്കുന്നുണ്ട്, എന്ത് മാത്രം സഹായിച്ചു കൊടുക്കുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പറഞ്ഞു, ഇന്ന് ഞാൻ അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് എനിക്ക് ഒന്നെങ്കിൽ കോള് വരണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. 10 മണി ആയപ്പോഴെങ്ങാണ് ഞാൻ ഉറങ്ങിയത്, എണീറ്റത്. അപ്പോൾ എനിക്കൊരു കോള് വന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഉത്തരയ്ക്ക് അറിയാം ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ബിക്കോസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന സാറിന് ഒരാൾ കൃപാസനത്തിൽ പത്രം കൊണ്ട് കൊടുത്തു. അപ്പോൾ ആ സാറ് കൃപാസനത്തിൽ വന്ന് പ്രേ ചെയ്തിട്ട് പോയി. അപ്പോൾ പ്രേ ചെയ്തിട്ട് പോയതിന് ശേഷം ആ സാറിന് എല്ലാ ദിവസവും മാതാവ് ഡ്രീമിൽ വരുന്നുണ്ടായിരുന്നു. മാതാവിൽ ഡ്രീമിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് ഉത്തരേനെ പറഞ്ഞു വിട്ടത്, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ആ കുട്ടീനെ തിരിച്ചെടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ സാറിനെ കണ്ടിന്യൂസ്ലി ആ ഒരു ഡ്രീം ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോണ്ട് ചെയ്ത് സാറ് ആ ടീച്ചറിനോട് പറഞ്ഞു, ഉത്തരയുടെ കോൺടാക്ട് ഇപ്പോഴും ഉണ്ടോ, ആ കുട്ടി എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആ കുട്ടീനെ വിളിച്ച് പറ തിരിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മിസ് എന്നെ ഈ ന്യൂസ് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഒരുമാതിരി വേറൊരു സ്റ്റേറ്റിലായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി കരച്ചിൽ വന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ആയിരുന്നു ഞാൻ കേട്ടത് അന്ന് ആ ഫോൺ കോളിനകത്ത്. അവർ എന്നെ തിരിച്ച് വിളിച്ചു. ഞാൻ അങ്ങനെ അവിടെ പോയി. ഞാൻ എക്സാക്ട്ലി 1 ഇയർ അവിടെ മൊത്തം ജോലി ചെയ്തു. പക്ഷെ ഞാൻ ദൈവത്തിനോട് പ്രേ ചെയ്ത ഒരു വോവില്ല, നമ്മൾ പറയത്തില്ലേ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞായിരുന്നു 1 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകുന്നു. പക്ഷെ ഞാൻ ആ റെസിഗ്നേഷൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഞാൻ ആ ഒരു ടൈം പീരീഡ് അവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെ തന്നെ ഓക്കെ, ഞാൻ ഇനി പെർമനൻ്റ്ലി അവിടെ തന്നെ പഠിപ്പിക്കാൻ പോകുക ആസ് എ ലെക്ചറായിട്ട്. പക്ഷെ എക്സാക്ട്ലി ആ ഒരു വർഷത്തിൻ്റെ പീരീഡ് കഴിഞ്ഞപ്പം ആ സാറ് പിന്നെ എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി. ആ പിന്നെയും ഉണ്ടായ പ്രശ്നത്തിൻ്റെ ബേസിൽ അവർ പിന്നെ എന്നെ പറഞ്ഞു വിടാൻ പോകുമായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മ വന്നത്, ഓക്കെ, ഞാൻ ഈ സെയിം ടൈമിൽ ഇതിന് മുമ്പേ ഇദ്ദേഹം എന്നെ ഇറക്കി വിട്ട സമയത്ത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം. ബിക്കോസ് എനിക്ക് ഒരു ചാൻസ് മാത്രം മതി എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് എൻ്റെ ഫർദർ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻ്റെ മറ്റേ പാഷൻസ് പെർസ്യൂ ചെയ്തോളാം. ഞാനത് മറന്നുപോയി. പക്ഷേ ദൈവം അത് മറന്നില്ലായിരുന്നു. ആ ഒരു സെയിം ടൈം പീരീഡ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തില്ല. പക്ഷേ ദൈവം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഉത്തര ഇനി ഇവിടെ വർക്ക് ചെയ്യേണ്ടെന്ന് അവർ പിന്നെയും പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഓർത്ത് ഓക്കെ, അത് ഇനി ഗോഡിനെ പണിഷ് ചെയ്തതാണോ, ഞാൻ ഇനിയും പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞു, പക്ഷെ പിന്നെ ഞാനത് തന്നെ മറന്നുപോയിട്ട് ഞാൻ തന്നെ ആ ഒരു ഫ്ലോയിൽ പോയപ്പോൾ ദൈവത്തിനെ മറന്ന് അത് വലുതാക്കി അങ്ങനെ പോയതുകൊണ്ടാണോ എന്ന് വിചാരിച്ചു തുടങ്ങി. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഈ 2024 എന്നെ ഇറക്കി വിട്ടത്. അപ്പോൾ 2024 തന്നെ ഞാനൊരു ചെറിയൊരു ആക്ടിങ് ഓഡിഷനിൽ പോയായിരുന്നു. ആക്ടിങ് ഓഡിഷനിൽ പോയിട്ട് അവിടെ ഓഡിഷൻ നടത്തിയ സാറ്, ഞാൻ ആദ്യമായിട്ട് ഓഡിഷന് പോയ സമയത്ത് എന്നോട്
ഒരാളുടെ കോൺടാക്ട് നമ്പർ തന്നായിരുന്നു. ആ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ഞാൻ ഒത്തിരി ഓഡിഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കോൺടാക്ട്സോ ക്രെഡിറ്റ്സോ മെറിറ്റോ ഒന്നും ഇല്ലായിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു റാൻഡം കാസ്റ്റിംഗ് കോളിൽ അദ്ദേഹം തന്നതിന് അപ്ലൈ ചെയ്തത് SRFT എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അത് ഇന്ത്യയിൽ തന്നെ 2 വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണുള്ളത്. അങ്ങനത്തെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എനിക്ക് കോൾ ബാക്ക് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഉത്തരയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടു, ഒരു കാര്യം ചെയ്യും, ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഉത്തരേനെ ഇൻഫോം ചെയ്യാം ഉത്തര സെലക്ട് ആയോ ഇല്ലയെന്ന്. സത്യം പറഞ്ഞാൽ ആ റോള് സ്പീക്കിംഗ് ഓഫ് സ്ക്രീൻ പ്രസൻസ് ഒന്നും ഇല്ലാത്തൊരു റോളായിരുന്നു. ജസ്റ്റ് എനിക്ക് അവരുടെ ഒരു ഓക്കെ ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം പേര് കേട്ട ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് വർക്ക് ചെയ്താൽ. അപ്പം ഞാൻ ഏതായാലും ഓക്കെ ദൈവം തന്ന അനുഗ്രഹമാണെന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആക്ച്വലി അത് അമ്മമാതാവിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലായതെന്ന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൊഫൈൽ അയച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ആ പ്രൊഫൈലിന് മടയ്ക്കും, ആ ചേട്ടൻ്റെ പേരിന് മടയ്ക്കും, ആ ഒരു ചാറ്റിന് മടയ്ക്കും, മാതാവിൻ്റെ തൈലത്തിൻ്റെ കുരിശ് വരച്ച് ഉപ്പ് മണ്ടയ്ക്ക് വിതറിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, മാതാവ് ഈ ഡ്രീം എൻ്റെ ഹാർട്ടിൽ പ്ലേസ് ചെയ്ത് നീ ആണെങ്കിൽ പ്ലീസ് എന്നെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ബിക്കോസ് നീ അല്ലേ പറയുന്നത് നീയാണ് നിൻ്റെ വാരിയേഴ്സിനെ ചൂസ് ചെയ്യുന്നത്, നിൻ്റെ വാരിയേഴ്സിനെ നീ തന്നെ ചൂസ് ചെയ്യുമ്പോൾ നീയാണ് അവരെ എസ്റ്റാബ്ലിഷ് ആൻഡ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പം നീയാണ് ഈ പ്ലേസ് ചെയ്തെങ്കിൽ പ്ലീസ് എന്നെ മുന്നോട്ട് കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു നിയോഗം ദൈവത്തിൻ്റെ കയ്യിലും കൊടുത്തു. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് അവിടുന്ന് കോൾ ബാക്ക് വന്നു. പിന്നെയും കോൾ ബാക്ക് വന്നിട്ട് പറയുവാണ്, ഉത്തര കൊൽക്കത്തയിലോട്ട് വന്നോ, നമ്മൾ ട്രാവൽ കോസ്റ്റും അക്കോമഡേഷനും എല്ലാം നോക്കിക്കോളാം. ആക്ച്വലി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോജക്റ്റിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സിനും 10+ അല്ലെങ്കിൽ 7+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അല്ല, ഞാനൊരു ആർട്ടിസ്റ്റേ അല്ല, എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു കണക്ഷനും ഇല്ല. അപ്പം അവിടെ വന്ന എല്ലാ ആർട്ടിസ്റ്റും അത്രയ്ക്ക് പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ അത്രയ്ക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം വേറൊരു കുട്ടിക്കായിരുന്നു സ്പീക്കിങ്ങും ആക്ഷൻ റോളും ഒക്കെ കൊടുത്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്തോ ചെയ്തു, ഞാൻ ഈ തൈലം എടുത്ത് ആ ഒരു സ്റ്റുഡിയോയിൽ ആ ഹോളിൽ താരമുട്ടയെ കുത്തിയിരുന്നിട്ട് അവിടെ തൈലത്തിൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉപ്പും വിതറിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ഭൂമി നിൻ്റെയാണ്, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നീ എനിക്ക് ജസ്റ്റ് ഇവിടെ ഒരു മില്ലി സെക്കൻഡിന് പോലും നീ എനിക്ക് സ്ക്രീൻ പ്രസൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഐ എം ഫൈൻ വിത്ത് ദാറ്റ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തു വന്നു. അടുത്ത ദിവസം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ബിക്കോസ് ഞാൻ ഭയങ്കര സാഡായിരുന്നു. എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസും ആക്ടിങ്ങും റോൾസും എല്ലാം കിട്ടിയിട്ടുണ്ട്, എനിക്ക് മാത്രം ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും കിട്ടിയില്ല, എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമെന്ന് പറഞ്ഞിട്ട്. അടുത്ത ദിവസം ഞാൻ സെറ്റിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഉത്തര ആ കുട്ടീനെ മാറ്റിയിട്ട് ഉത്തരയ്ക്ക് ആ കുട്ടിയുടെ ആക്ഷൻ റോളും ആ കുട്ടിയുടെ സ്പീക്കിംഗ് റോളും സ്ക്രീൻ പ്രസൻസും മെയിൻ റോളും ഉത്തരയ്ക്ക് തരുവാണ്. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി, ബിക്കോസ് ആ റീപ്ലേസ് ചെയ്ത കുട്ടീന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്റ്റണ്ണിങ്ങും അത്രയ്ക്ക് എക്സ്പീരിയൻസും അത്രയ്ക്ക് പോളിഷും അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ ഒരു പൊസിഷൻ എനിക്ക് കിട്ടേണ്ട ഒരു മെറിറ്റും ഇല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ആ ഒരു സെയിം സംഭവമായിരുന്നു ആ ഒരു ദിവസം എൻ്റെ കൂടെ സംഭവിച്ചത്. എനിക്ക് അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തായിരുന്നു തമിഴിലും. അതൊക്കെ വലിയ പ്രൊഡക്ഷൻ കമ്പനീസിനായിരുന്നു വിളിച്ചത്. അവിടെ ഒരു മെറിറ്റും ഇല്ലാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഈ തൈലവും ഞാൻ ഉപ്പൊക്കെ വിതറിയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം റീസെൻ്റ്ലി ഒരു വേറെ വെബ് സീരീസ് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒരു 1 night day ഷൂട്ടാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എനിക്ക് കിട്ടുന്നത്. അതുകൂടാതെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ 2021 ഡോക്ടർ എനിക്ക് ഡയഗ്നോസ് ചെയ്ത് എനിക്ക് PCOD ഉണ്ടെന്ന്. ആ ഒരു സമയത്ത് അത്രയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ലേറ്റർ ഡോക്ടർ ഡിസ്കവർ ചെയ്തു ഓവറിയിൽ ക്യാൻസർ ആകാനുള്ള ചാൻസസ് ഉണ്ട്, കുരുക്കൾ വരുന്നുണ്ട്, സിസ്റ്റായി അത് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി സീരിയസ്. സോ ആ ഒരു സമയത്ത് അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ 2023 ഉടമ്പടി എടുത്തപ്പം ഈ ആൾക്കാർ മിക്കവാറും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കിങ്ങനെ തൈലം പരട്ട് പ്രാർത്ഥിച്ച കാരണം അവരുടെ PCOD മാറി കിട്ടി, അല്ലെങ്കിൽ പീരിയഡ്സ് റെഗുലർ അവർക്ക് പീരിയഡ് ക്രാംസിന് റിലീഫ് കിട്ടി. അങ്ങനെ ഞാനും എല്ലാ ദിവസവും ഈ തൈലം തട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് PCODയുടെ കാരണം ഈ പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. പീരിയഡ്സ് വരുമായിരുന്നെങ്കിൽ ഭയങ്കര പെയിനാണ്, എക്സ്ട്രീം പെയിൻ എന്ന് വെച്ചാൽ തല കറങ്ങുക, ബോഡി മൊത്തം ഷേക്ക് ചെയ്യുക, എനിക്ക് ഒന്നും ചിന്തിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു ആ ഒരു പീരിയഡ്സ് വന്നെങ്കിൽ. പീരിയഡ്സ് വന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, ചിലപ്പോൾ 2 മാസമൊക്കെ പീരിയഡ്സ് വരത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പിന്നെ മെഡിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി 1 year സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുവാണ്, നിനക്ക് തരാൻ പറ്റുവാണെങ്കിൽ താ, ഞാനായിട്ട് ഇനിയും മെഡിക്കേഷന് പുറയുന്നു പോകും. ബിക്കോസ് മെഡിസിൻസ് തിന്ന് മടുത്തു, അത്രയ്ക്ക് മെഡിസിൻസ് ഞാൻ കഴിച്ചായിരുന്നു, ഒരു എഫക്റ്റും ഇല്ലായിരുന്നു. എൻ്റെ ഒരു എടുക്കുന്ന സ്കാൻസിനകത്ത് എന്തെങ്കിലും കുരുക്കൾ കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭേദമായിട്ടുണ്ടോ ഒന്നും അത് കാണുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക്. അപ്പം ഞാനിങ്ങനെ 2-3 മാസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2 മാസം എനിക്ക് പീരിയഡ്സ് വന്നില്ല. അപ്പം എൻ്റെ അമ്മ എന്നോട് പറയാൻ തുടങ്ങി, നീ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു, നീ എല്ലാ ദിവസവും ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് പീരിയഡ്സ് വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമം കൂടി, ബിക്കോസ് ഓൾറെഡി ഞാൻ ഒത്തിരി സ്ട്രെസ് മാനേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം വന്നു. അമ്മ അങ്ങനെ പറഞ്ഞു പോയത്, ബിക്കോസ് അമ്മയ്ക്ക് എൻ്റെ വിഷമം കണ്ടിട്ട് ഭയങ്കര വിഷമമായിരുന്നു.
ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ ആ ഒരു സമയത്ത് തന്നെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് തൈലം തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എനിക്ക് പീരിയഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പീരിയഡ്സ് അല്ലെങ്കിൽ ഞാൻ ഈ പീരിയഡ്സ് തരണോ ഈ പെയിൻ മാറ്റി തരണോ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യും. ആ ഒരു ദിവസം തന്നെ മീൻസ് അത് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 27th, ആ ഒരു 27 എങ്ങാണ്ട് ഡേറ്റ് ആയിരുന്നു. അടുത്ത മാസം ആയപ്പം ആ മാസത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ എനിക്ക് ഇതിന് മുമ്പ് വരാത്ത മാസത്തിൻ്റെ പീരിയഡ്സ് വന്നു. പിന്നെ ആ മാസത്തിൻ്റെ അവസാനം തന്നെ എനിക്ക് അടുത്ത മാസത്തിൻ്റെ പീരിയഡ്സും ദൈവം തന്നു. അപ്പോൾ ഒരു മാസത്തിൽ വരാത്ത 2 മാസത്തിൻ്റെ പീരിയഡ്സ് എനിക്ക് വന്നായിരുന്നു. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് പെയിൻ വന്നതേ ഇല്ല. എനിക്ക് പീരിയഡ്സ് സമയത്ത് എന്ന് വെച്ചാൽ എക്സ്ട്രീം കേസ് പെയിനാണ്. എനിക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് പീരിയഡ്സ് എപ്പം എല്ലാ മാസവും റെഗുലർലി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയാണ് വരുന്നെങ്കിലും പിന്നെ മെഡിക്കേഷൻസ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. എനിക്ക് പീരിയഡ്സിൽ പെയിൻ വരാറില്ല. അത് വേറൊരു കാര്യം. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് 2022 ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് നെയിം കറക്ഷൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് വിളിച്ച് അവരോട് സംസാരിച്ചു. അപ്പം അവർ ഒരു പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരെൻ്റെ കോൾസ് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ കോൾസ് നമ്മൾ കണക്ട് ചെയ്ത് തരാം. അങ്ങനെ അവർ ചുറ്റിക്കറക്കാനായിട്ട് തുടങ്ങി. ഒരു വർഷം ഞാൻ അവരുടെ പുറകെ ഇറങ്ങി, പക്ഷേ എനിക്ക് റിസൾട്ട്സ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒത്തിരി കൂട്ടുകാരോട് സംസാരിച്ചു. കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ ഫൈനലി എന്ത് ചെയ്തു, ഓക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളൂ, ഞാൻ എന്താ ചുമ്മാ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഇത്രയും ടെൻഷൻ എടുക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ കൈ കൊടുത്താൽ ദൈവം സാധിച്ചു തരുമല്ലോ. ഇത്രയും നാൾ ഞാൻ എൻ്റെ കൈവിൻ്റെ മണ്ടയ്ക്കായിരുന്നു ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പോൾ നടന്നില്ല. പക്ഷേ ഞാൻ ഫൈനലി ഇത് ഗോഡിൻ്റെ ഹാൻഡിലോട്ട് പ്ലേസ് ചെയ്തപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മണ്ടയ്ക്കാണെങ്കിലും എൻ്റെ ആ കോപ്പിയുടെ മണ്ടയ്ക്കാണെങ്കിലും തൈലം ഉപ്പും തേച്ചിട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ സറണ്ടർ ചെയ്തപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചതെന്ന് വെച്ചാൽ പപ്പയുടെ ഏതാണ്ട് കോൺടാക്ട്സ് വഴിയിട്ട് മനസ്സിലായി പപ്പയുടെ ഒരു ഫ്രണ്ട് മിലിറ്ററിയിൽ ജോലി ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ആ അങ്കിൾ പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ആ അങ്കിൾ, നമ്മൾ അങ്കിളിനോട് ജസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഉത്തരം ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്കവിടെ കോൺടാക്ട്സ് ഉണ്ട്, ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് നോക്കട്ടെ ചെയ്ത്. അപ്പം ഞാൻ അവിടെ ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് ലോസ്റ്റ് ആയി കാണുന്നില്ല, എൻ്റെ നിങ്ങൾക്ക് ഞാൻ കൊടുത്തായിരുന്നു, നിങ്ങൾ പറയുന്ന കോപ്പി ഒന്നും വന്നിട്ടില്ല, ഇതെന്തോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അപ്പം അവരെന്നോട് മറ്റേ അങ്കിൾ പറഞ്ഞു, ഞാൻ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്, അവർ പറഞ്ഞു വെച്ചൊന്ന് ഡയറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാനവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിന് മുമ്പേ ഞാൻ ചെന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴും അവർ ചുമ്മാ ഇട്ട് ഓഫീസിൽ ഓടിക്കുന്നതേ ഉള്ളൂ. അവരുടെ കയ്യിൽ എൻ്റെ സർട്ടിഫിക്കറ്റോ എൻ്റെ ലെറ്റർ ആപ്ലിക്കേഷനോ ഒന്നും വന്നിട്ടില്ലെന്ന് അവർ പറയുന്നത്. അപ്പം ഞാൻ പിന്നെ ഇവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എക്സ്ട്രീം ഫീവറായിരുന്നു. ഞാൻ കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലോട്ട് പോയപ്പോൾ ആ ഒരു ദിവസം എനിക്ക് ട്രെയിനിനകത്ത് ഭയങ്കര പനിയായിരുന്നു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ഈ അമ്മമാതാവിൻ്റെ ഒരു കെട്ട് പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബാഗിനകത്തുണ്ടായിരുന്നു. അത് എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷനിൽ ഡിസ്ട്രിബ്യൂട്ട്. ആ ഒരു പനി വെച്ചുകൊണ്ട് ഞാൻ നല്ല പനി എന്ന് വെച്ചാൽ നല്ല പനിയുണ്ട്, എനിക്ക് മൂവ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പനി വെച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിച്ച് പാകതയോടെ മനസ്സിലാക്കിയിട്ട് ക്ഷമയോടെ ആൾക്കാർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ മനസ്സിലെടുക്കാതെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോയി. ട്രെയിനകത്ത് കയറി എനിക്ക് തോന്നി, ഓക്കെ ഞാൻ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, എൻ്റെ പനി അങ്ങ് മാറുമായിരിക്കും. പക്ഷെ പനിയൊന്നും മാറിയില്ല. പനി അതിൻ്റെ പകരം കൂടിയെന്ന് വെച്ചാൽ നല്ലപോലെ കൂടി. എനിക്ക് പൊങ്ങാൻ വയ്യായിരുന്നു. പപ്പയായിരുന്നു ലാസ്റ്റിന് ട്രെയിനകത്തുനിന്ന് വലിച്ച് എടുത്ത് മറ്റേ വെയിറ്റിംഗ് റൂമിലോട്ട് കൊണ്ടുപോയത്. കോയമ്പത്തൂർ എത്തിയപ്പം നമ്മളവിടെ ചെന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പം ഞാൻ ഭയങ്കര ഛർദ്ദിലായിരുന്നു, തല കറങ്ങി. പിന്നെ എനിക്ക് തോന്നി എനിക്കിനി പൊങ്ങാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എന്താണ്ട് ഒരു റിലീഫ് പോലെ തോന്നി. എന്നിട്ടും 5 മണിയുടെ പ്രെയർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ 5 മണിയുടെ പ്രെയർ ഉണ്ട്, എനിക്കത് മുടക്കാൻ പറ്റില്ല. പ്രെയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ എവിടെയും പോക്കില്ല. അപ്പോൾ പപ്പ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇയർഫോൺസ് ഒക്കെ പ്ലഗ് ഇൻ ചെയ്തു, ബിക്കോസ് ബാക്കി ആൾക്കാരും ഉണ്ടായിരുന്നു, അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഷോ ഓഫ് ആണെന്ന് മറ്റുള്ളവർ കരുതുമല്ലോ. അപ്പം ദൈവം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ റൂം അടച്ചിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എന്നോട് മാത്രം വന്ന് പ്രാർത്ഥിക്കുക, ബിക്കോസ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുപോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ബിക്കോസ് പപ്പ ആണെങ്കിൽ ടെൻസ്ഡ് ആയിപ്പോയി, എന്തോ സംഭവിക്കും. പപ്പയ്ക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബിക്കോസ് ഞാനായിരുന്നു ഇത്രയും എല്ലാം ചെയ്തത്. ഇത്രയും ദൂരം വന്നും പോയല്ലോ. അപ്പം ഞാനങ്ങനെ ചെയ്തു. ഞാൻ ഇത് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ പപ്പയുടെ ഫ്രണ്ട് ഹൗസിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ആവി പിടിക്കായിരുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു, എനിക്ക് ആഹാരം കഴിച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനിതെൻ്റെ മനസ്സിലോർത്തു, ദൈവത്തിനോട് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ കയറിയില്ല. അതിന് മുമ്പേ അവിടെ ആ അങ്കിളുടെ ഭാര്യ പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തൊട്ടിപ്പുറത്തൊരു നേഴ്സുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് മോക്കൊരു ഇഞ്ചക്ഷനും ടാബ്ലറ്റും മെഡിക്കേഷൻസ് എല്ലാം കൊടുക്കാം. അവരെങ്ങനെ എന്നെ കൊണ്ടുപോയി, അവർ തന്നെ ചികിത്സ മൊത്തം ചെയ്യിപ്പിച്ചു. പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരം നിൽക്കും, ഞാൻ ആവി വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരാം. ഒരു അമ്മമാർ തിളപ്പിക്കത്തില്ല, ഒരുമാതിരി അമ്മമാർ കെയർ ചെയ്തില്ലേ, അതുപോലെയായിരുന്നു അവർ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം ചെയ്തത്. ആ ഒരു ദിവസം എനിക്ക് അമ്മയുടെ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്തില്ലായിരുന്നു.
അവർ കിച്ചണിനകത്തോട്ട് പോയി ഇച്ചിരി മഞ്ഞളും തുളസി ഇലയും കുറേ സാധനങ്ങളൊക്കെ പറിച്ചു വെച്ചിട്ട് കുറേ നേരം അതിട്ട് ബോയിൽ ചെയ്തിട്ട് എന്നിട്ട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ആവി പിടിക്കുക. അത്രയ്ക്ക് അവരെന്നെ ഇരുന്ന് ഫോഴ്സ്ഫുള്ളി പിടിപ്പിക്കുമായിരുന്നു ആവി പിടിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു റെസ്റ്റ് ചെയ്യും. ഞാൻ റെസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് എൻ്റെ ഫീവറൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഒത്തിരി നടന്നു പോകണം. ഭയങ്കര ചൂടാണ്. കോയമ്പത്തൂർ ഉള്ള ആൾക്കാർക്കറിയാം അവിടെ നല്ല ചൂടാണ്. നമ്മുടെ കേരളത്തെ പോലെ അല്ല. അവിടെ മരങ്ങളും ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ വെയിൽ ഒരുമാതിരി ബോഡീനെ പിഞ്ച് ചെയ്യുന്ന പോലെ. ഒന്നാമത് എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു. ആ വെയിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പിന്നെ അവരെന്തോ ചെയ്തു, ഞാനും പപ്പയും പോകുമ്പോഴത്തേക്ക് അമ്മമാത് ഒരുമാതിരി എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലെയായിരുന്നു എൻ്റെ എല്ലാ പ്രോസസ്സും അവിടെ നടന്നത്. അപ്പോൾ ഈ അങ്കിളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറും, അവർക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു, അവർ കാറ് മേടിച്ചുകൊണ്ട് വന്നു, എന്നെ കൊണ്ടുപോയി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്, അറിയത്തില്ല, ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്കിളിനോട്. ആ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു പൈസ ഒന്നും തരണ്ട, ഞാൻ കൂടെ വരാം, കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാനത് അവരോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാം, നമുക്കത് സംസാരിച്ച് പരിഹാരം കിട്ടും. ഞാൻ അവിടെ ചെന്നു. ഇത്രയും വർഷം ഞാൻ പുറകെ നടന്ന് അവർക്ക് കാണാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ലെറ്റർ സഡൻലി അവർക്ക് കിട്ടി. അവർ പറയുന്നത് ഓക്കെ ഈ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ ജസ്റ്റ് സോൾവ് ചെയ്ത് തരാം. ഞാൻ അവരോട് ഒന്ന് സംസാരിച്ചു. ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് നെയിം കറക്റ്റ് ചെയ്ത് കിട്ടിയില്ല, ഞാൻ ഇതിന് മുമ്പേ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസ്പോൺസ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഇതിന് മുമ്പേ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെറ്റർ കിട്ടിയിട്ടേ ഇല്ലെന്നാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണ്, ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോലും, എല്ലാം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരുമോ, എല്ലാ കാര്യങ്ങളും അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻകാരും കരുതുന്ന ഇങ്ങോട്ട് ഒന്ന് ചെയ്തു തരും. അങ്ങനെയൊന്നും ഒരിക്കലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കത്തില്ല, അവിടെ പഠിച്ച പിള്ളേർക്ക് അറിയാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവം എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ കോളേജിൽ 2022 കണ്ട് ഡയഗ്നോസ് ആയത് മറ്റേ PCOD വെച്ചിട്ട്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എക്സ്ട്രീം ഹെയർ ഫോൾ എന്ന് വെച്ചാൽ ഈ സാധാരണ PCODക്കാർക്ക് ഉണ്ടാകുന്ന ഹെയർ ഫോളിനേക്കാളും എക്സ്ട്രീം കേസായിരുന്നു. എനിക്ക് നല്ല തിക്കായിട്ടുള്ള മുടിയുണ്ട്. ആക്ച്വലി സിസ്റ്റർ വന്നിട്ടുണ്ട്, അവളും നിയോഗം പറയണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അവർക്കറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം, എസ്പെഷ്യലി ഫ്രണ്ട്സും ക്ലോസ് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നല്ല തിക്കായിട്ട് നല്ല ഉള്ളിലുള്ള മുടി, ഇത്രയൊക്കെ മുടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ PCOD വന്നു, എനിക്ക് പീരിയഡ്സ് സ്റ്റോപ്പായി, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും എൻ്റെ ഹോർമോൺസിനെയും എൻ്റെ സ്ലീപ്പ് പാറ്റേൺസിനെയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. എസ്പെഷ്യലി മെഡിക്കേഷൻസിൻ്റെ ആ ഡ്രഗ്സിൻ്റെ ഓവർഡോസ് ഒക്കെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മെഡിസിൻസ് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തത് തന്നെ. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്താലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്താലും 1 വർഷം 2 വർഷം ഈ 5 വർഷം എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ആ ഒരു കോമ്പ് വെച്ചിട്ട് മുടി ചീകുമ്പോൾ തന്നെ ആ മുടിയിൽ ആ കോമ്പിനകത്ത് മൊത്തം ആ മുടി ഇങ്ങനെ ഒരുമാതിരി കട്ടയായിട്ട് ഇളകി വരുന്നു. അപ്പോൾ അത് കാണുമ്പം അമ്മയ്ക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് എൻ്റെ മുടി റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാനിത് കാര്യം ദൈവത്തിനോട് ഇതുവരെ വെച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടായി തുടങ്ങി. അപ്പം അമ്മേനോടാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, അമ്മ നമുക്ക് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം, ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ഹെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോവാം. അമ്മ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തില്ല. അമ്മ പറഞ്ഞു ഹെയർ അല്ലേ, പോയിട്ട് നിനക്ക് തിരിച്ചു വരുമോ, നിനക്ക് നല്ല മുടിയുള്ളതല്ലേ. പക്ഷെ അമ്മയ്ക്ക് അത് നമുക്കുള്ള സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു വിഷമം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് കണ്ടു നിൽക്കുന്നവർക്ക് നമ്മുടെ വിഷമം ഫീൽ ചെയ്യാൻ പറ്റും. അവർക്കും നമ്മുടെ ഫ്രസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും എന്തോ പറയുന്നത് അതൊക്കെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു കാര്യം വെച്ചിട്ട് 2023 എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ തുടങ്ങിയത്. 2024, 5, 6 അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 4 years ആയി. അപ്പോൾ ഈ 4 years ഒരുമാതിരി എൻ്റെ ബോൾഡ് പാച്ചസ് വരാൻ തുടങ്ങിയായിരുന്നു. എസ്പെഷ്യലി ഈ സെൻറ്റർ പാർട്ടീഷൻ ആയിരുന്നു എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്ലൈറ്റ്ലി ബോൾഡ് പാച്ചസ് ഒക്കെ വിസിബിൾ ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ഫൈനലി എനിക്കൊരു കാര്യം, അപ്പോൾ എനിക്ക് ബോധം വന്നു, ഇത്രയും വർഷമായിട്ട് ഉടമ്പടി എടുത്ത് നടക്കുന്ന ഞാൻ, ഇവിടെ എത്ര ആൾക്കാർ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാരെ, അവർ തൈലം വെച്ച് മുടിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഹെയർ ഫോൾ നിന്നിട്ടുണ്ട്, അവർക്ക് വലിയ വലിയ അസുഖം മാറിയിട്ടുണ്ട്, ക്യാൻസർ വരെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലല്ലോ, PCOD മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മാസം പിന്നെ ഹെയറിൽ തലച്ചോട്ടിയിലും ഈ രാവിലെ മാത്രമേ ചെയ്യത്തുള്ളൂ. രാവിലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കെങ്കിലും ഞാൻ എനിക്ക്, ബിക്കോസ് എനിക്കറിയാം അത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ടൈമാണ്, കൂടുതൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല, എല്ലാ ആൾക്കാരും കിടന്ന് ഉറങ്ങണം, ദൈവം ആ സമയത്ത് അവയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് വെച്ച് ഞാൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു. ഒരു 3 മാസമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ മടുത്തു. ബിക്കോസ് എനിക്ക് ഒന്നാമത് ആ ഒരു ട്രോമ, ഒരു മെൻ്റൽ പെയിൻ, അജിറ്റേഷൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എസ്പെഷ്യലി ഫാമിലിയുടെ പ്രശ്നം കൂടി, നീ എന്തിനാ ഇത്രയും കിടന്ന് അതാകുന്നത്, അത് മുടിയല്ലേ, അത് പോയിട്ട് വന്നോളും. അപ്പം ഞാൻ ഫൈനലി ഒരു ദിവസം രാവിലെ എൻ്റെ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ അവസാനമായിട്ട് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുവാണ്, നിനക്ക് മുടിയുണ്ടല്ലോ, നിൻ്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മ മാതാവിന് നല്ല മുടിയുണ്ട്, അമ്മ മാതാവ് സുന്ദരിയായിരുന്നു, എൻ്റെ മുടി നിനക്ക് എടുക്കണമെങ്കിൽ നീ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ തരാം. എനിക്ക് മുടി അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല, മുടി ഉണ്ടായിരുന്നു, പോകുന്നു, വിഷമമുണ്ട്.
ഞാൻ ദേഷ്യത്തിൽ എന്താണ്ടൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് മുടി കോംബ് ചെയ്തു. യൂഷ്വലി ഞാൻ കുളിച്ച് കഴിയുമ്പോൾ കോംബ് ചെയ്താൽ എനിക്ക് എക്സ്ട്രീം ഹെയർ ഫോൾ ഉണ്ടാവും, അല്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് എക്സ്ട്രീംലി ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ മിറാക്കിൾ എന്ന് പറയട്ടെ, ആ ഒരു സമയത്ത് പക്ഷേ ഞാൻ കോംബ് ചെയ്തപ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കോംബ് ചെയ്തപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് മുടി പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും ഞാനിത് ഈ സാക്ഷ്യം പറയുമ്പോൾ പറയും അവൾക്ക് അവൾ തിന്നിക്കുന്ന ഇതിൽ മെഡിസിൻ കാരണമായിരിക്കും. അമ്മ പറയുന്നത് നീ ഇത്രയും നാൾ മെഡിസിൻ തിന്നെയല്ലേ, ഇപ്പം നീ 2 വർഷമായിട്ടുള്ള മെഡിസിൻ നിർത്തിയിട്ടൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നിന്ന്. ഞാൻ പറയാം അമ്മ പെട്ടെന്നാണോ സൈഡ് എഫക്റ്റ് നിൽക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ സൈഡ് എഫക്റ്റ് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മുടി പോയിട്ടില്ല. മുടി പോയിട്ടില്ല. അപ്പം പോയിഞ്ഞ മുടിയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ബേബി ഹെയർസ് കാണാൻ പറ്റും. മേ ബി ക്യാമറയിൽ വിസിബിൾ അല്ലായിരിക്കും, ബട്ട് എൻ്റെ ബേബി ഹെയർസ് ഒക്കെ തിരിച്ച് ഗ്രോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോയി കിട്ടിയ ഉള്ളിൽ എനിക്ക് ആക്ച്വലി റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഹെയർ ഫോൾ നിന്നതുകൊണ്ട്. കാരുണ്യപ്രവൃത്തിക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ഞാൻ പത്രങ്ങൾ എൻ്റെ ബാഗിനകത്ത് കൊണ്ടുപോകും. അത് എനിക്ക് ആവശ്യമുള്ളവർക്കും ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അവരവരുടെ സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കും, ബസ് സ്റ്റോപ്സിൽ കൊടുക്കും, ഹോസ്പിറ്റൽസിൽ കൊടുക്കും, വീട്ടുകാർക്ക് കൊടുക്കും, റിലേറ്റീവ്സിന് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ബേസിക്കലി അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ആരും ഇല്ലാത്തവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ഒത്തിരി ഞാൻ റോഡ് സൈഡിലാണെങ്കിലും എവിടെയും ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒത്തിരി സിക്കായിട്ടുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ ബാഗിനകത്ത് എപ്പോഴും തൈലം കാണും, പിന്നെ ജപമാലയും പിന്നെ അമ്മമാതാവിൻ്റെ ലോക്കറ്റും കാണും. അതെപ്പോഴും എൻ്റെ കയ്യിൽ കാണും. അതിൻ്റെ ഒരുമാതിരി ഷീൽഡാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ഞാൻ ആ തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ ഏത് ഭാഗത്താണ് അസുഖമുള്ളത് ആ ഭാഗത്ത് തേച്ചിട്ട് അവർക്ക് വേണ്ടി പ്രേ ചെയ്യും. സ്വഭാവമാറ്റം എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് എന്നെ ഹേർട്ട് ചെയ്ത ആൾക്കാരെ ഒന്നും ഫൊഗിവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ യേശുവിനെ കുരിശിൽ തറച്ച ആൾക്കാരെ യേശുക്ക് ഫൊഗിവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ നോക്കിപ്പിക്കുന്ന ആൾക്കാരും എന്നെ ബാക്ക്സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാരും അതൊക്കെ വളരെ ചെറിയ കുറ്റങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഫൊഗിവ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മനസ്സിൽ നിന്ന് ഫൊഗിവ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്ക് ബേച്ചിങ് എനിക്കുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു. 100% ദേഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ ഒരു 50% ഉള്ളൂ. കംപ്ലീറ്റ്ലി പോകാൻ ഞാൻ പറയില്ല. എല്ലാത്തിനും മാതാവിനും യേശുവിനും 1000 നന്ദിയുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. ഉത്തര എന്ന ഈ മകളുടെ അതിശക്തമായ ദൈവാനുഭവങ്ങളുടെ ഉടമ്പടി സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്. ഓരോ കാര്യം മകൾ പറയുമ്പോഴും അവളുടെ ആവേശം, തീഷ്ണത, അമ്മമാതാവിനോടുള്ള സ്നേഹം, ഉടമ്പടി നേർച്ചവസ്തുക്കൾ എത്ര കണ്ട് തനിക്ക് അനുഗ്രഹമാകും എന്ന പ്രത്യാശ, അതൊക്കെ മകളുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട ജോലി അവർ തന്നെ തിരികെ വിളിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് പ്രകാരം മകൾക്ക് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. മകൾ ഷോർട്ട് ഫിലിംസിലും വെബ് സീരീസിലും അഭിനയിക്കുന്നൊരു മകളാണ്. തന്നേലും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ ഒത്തിരി ഉള്ളപ്പോഴും തനിക്ക് വേണ്ടി അതിന് അവിടെ റോൾസ് കിട്ടുന്നതും അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും മകൾക്ക് അനുവദിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം മകൾ പങ്കുവച്ചു. അതോടൊപ്പം മകൾക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗക്ലേശങ്ങൾ അതേറെ മകളെ വലച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ വിഷയങ്ങളിലൊക്കെയും PCOD വേദന ഇല്ലാതെ മാറിയത്, പീരീഡ്സ് റെഗുലറായത്, ഹെയർ ഫോൾ അത് നിന്നത്, ഓരോന്നും മകള് തൻ്റെ വാക്കുകൾ കൊണ്ട് ആവേശത്തോടു കൂടി അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഒരു അക്രൈസ്തവ മകളാണ്, ചെറുപ്പമുള്ള പ്രായമാണ്. എങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിൽ അവൾ ആശ്രയിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഒരു കൃപാസനം പത്രം കിട്ടി തൻ്റെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് മകളെ പ്രേരിപ്പിച്ചതിലൂടെ ഇവിടം വരെ എത്തി. ഇവിടെ വന്നെത്തി അമ്മ മാതാവിനെ കണ്ടെത്തിയ നിമിഷം മുതൽ അമ്മ മാതാവിനോട് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് തൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളിലും പരിഹാരം അമ്മയിലൂടെ ഈശോ നൽകും എന്ന വലിയ ആത്മബലത്തോടെ ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ്
മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. 5 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നത് അമ്മയോടുള്ള സ്നേഹത്തിൽ ഈ ഉടമ്പടി ബന്ധവും ജീവിതവും തുടരുവാൻ മകൾ നടത്തിയ പരിശ്രമത്തിൻ്റെ അടയാളമാണ്. ഏറ്റവും ഒടുവിൽ മകൾ പറഞ്ഞു വെച്ചു, തന്നെ മുറിപ്പെടുത്തിയ വേദനിപ്പിച്ച ഒത്തിരി പേരുണ്ട്, അവരോട് ക്ഷമിക്കുവാൻ ആണിതറച്ച വ്യക്തികളോട് ഈശോ എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് തൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ നൽകി എന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മുടെ ആന്തരികവും ബാഹ്യവുമായി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ബാഹ്യമായി ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹാരവും അനുഗ്രഹവും നൽകുന്നതിനൊപ്പം തന്നെ ആന്തരികമായി ജീവിതം എങ്ങനെ കുറേ കൂടി മറ്റുള്ളവർക്ക് നന്മയും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതകളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആന്തരികമായ പരിവർത്തനവും ബാഹ്യമായ അനുഗ്രഹവും ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ ഈ മകൾ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത പരിവർത്തനത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.